എന്നുള്ള നാളെ നാം ചർച്ച ചെയ്യുന്നത് ഒരു പുത്തൻ മാസത്തിൻ്റെ ആരംഭമാണ്. നാളെ മീനമാസം 1-ാം തീയതിയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മീനരവി സംക്രമം പുതിയ മീനമാസത്തിലേക്ക് സ്വാഗതം. സൂര്യൻ കഴിഞ്ഞ 2 മാസമായി ശത്രു ക്ഷേത്രത്തിലായിരുന്നു, ശനിക്ഷേത്രത്തിലായിരുന്നു, മകരത്തിലും കുംഭത്തിലും. അതിൽ നിന്നും വിഭിന്നമായി സൂര്യൻ തൻ്റെ ഉച്ചരാശിയായ മേടത്തിലേക്കുള്ള പ്രയാണത്തിലേക്കുള്ള ഈ പടവുകൾ കയറുന്ന ഒരു മാസമാണ് മീനമാസം. മീനത്തിലെ സൂര്യൻ വളരെയധികം നല്ല ഫലങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. തോയോത്ഥ പണ്യവിഭവ വനിതാധൃത അന്ത്യേ. തോയോത്ഥ പണ്യ വിഭവ, ജലവുമായി ബന്ധപ്പെടുന്ന സാധന സാമഗ്രികളുടെ ധനം ലഭിക്കുക, സ്ത്രീകൾ തന്നെ ആദരിക്കുക. ഇങ്ങനെ 2 നല്ല ഫലങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന മിഡിൽ ഈസ്റ്റിൽ ഒരു സമാധാനത്തിൻ്റെ ഒരു പാതകൾ ഹോർമുസ് കടലിടുക്കൊക്കെ തുറന്നു കൊടുക്കുന്ന രീതിയിലുള്ള ഒരു മധ്യസ്ഥ സംഭാഷണ ചർച്ചയ്ക്കൊക്കെ ഈ മീനമാസം സാക്ഷ്യം വഹിക്കുമെന്നാണ് കാണുന്നത് ജ്യോതിഷപ്രകാരം. സ്ത്രീകൾ ആദരിക്കുക. പലപ്പോഴും സ്ത്രീകളാൽ ബഹുമാനിക്കപ്പെടുന്ന പൊസിഷനിൽ അല്ലെങ്കിൽ അവരാൽ ബഹുമാനിക്കപ്പെടുന്ന അവസ്ഥ സംജാതമാകും ഈ മീനമാസത്തിലെ സൂര്യനെന്ന് പ്രത്യേകം അറിയുക. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ധർമ്മദൈവ സങ്കേതങ്ങളിൽ നാളെ എന്ത് ചെയ്യണം? ദർശനം നടത്തി അവിടെ ധർമ്മദൈവ പ്രീതി ചെയ്യുക. ധർമ്മദൈവം പ്രസാദിച്ച കുളിർപ്പു തറവാടുകൾ. ധർമ്മദൈവങ്ങളുടെ അനുഗ്രഹമുണ്ടെങ്കിൽ തറവാടിന് അങ്ങേയറ്റം ശ്രേയസ്കരമായി ഭവിക്കുന്നതാണെന്ന് അറിയണം. ഞാൻ സൂചിപ്പിക്കും, നാളെ 1201 മീനമാസം 1-ാം തീയതി. നാളെ കാലത്ത് 1 മണിക്കാണ് മീനരവി സംക്രമം. അതുമുതൽ സൂര്യൻ മീനൻ രാശിയിലേക്ക് പ്രവേശിക്കും. 2026 മാർച്ച് മാസം 15-ാം തീയതി. നാളത്തെ ദിനം കാലത്ത് 9-11 വരെ കറുത്തപക്ഷത്തിലെ ഏകാദശി തിഥിയാണ്. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഏകാദശി തിഥിയിൽ കൃഷ്ണക്ഷേത്രത്തിൽ നന്നായി എന്ത് ചെയ്യാം? വെണ്ണ നിവേദ്യം, പാൽപ്പായസം, തുളസിമാല വഴിപാടെ സമർപ്പിക്കാവുന്നതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ. കറുത്തപക്ഷത്തിലെ ഏകാദശി വളരെ വിശേഷപ്പെട്ട ദിനമാണ്. നാളത്തെ നക്ഷത്രം നാളെ 9-12 മുതൽ പിന്നെ കറുത്തപക്ഷത്തിലെ ദ്വാദശി തിഥിയുമായി. ചന്ദ്രൻ വളരെ ദുർബലമായി വരികയാണ്. നാളത്തെ നക്ഷത്രം പ്രിയമുള്ള പ്രേക്ഷകർ മനസ്സിലാക്കണം, നാളെ ഞായറാഴ്ച തിരുവോണ നക്ഷത്രമാകുന്നു. തിരുവോണ മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രമാണ്. ഞാൻ പറഞ്ഞു ഏകാദശി കൃഷ്ണനുമായി ബന്ധപ്പെട്ടു, തിരുവോണ മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രമാണ്. അതിനാൽ നാളത്തെ ദിനം വിഷു ക്ഷേത്രത്തിൽ തുളസിമാല, പാൽപ്പായസം, വെണ്ണ നിവേദ്യം സമർപ്പിക്കുന്നത് വളരെ ഗുണകരമായി ഭവിക്കുന്നതാണ്. നാളത്തെ സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:35, അസ്തമയം വൈകിട്ട് 6:32. നാളത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം. നാളത്തെ രാഹുകാലം ഞായറാഴ്ച 4:30 മുതൽ 6 മണി വരെയുള്ള സമയമാകുന്നു. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളെ എല്ലാ കാര്യങ്ങളും നാളെ കാലത്ത് 11:35 മുതൽ 12:15 വരെയുള്ള സമയം ശുഭകാര്യങ്ങൾക്കായി വിനിയോഗിക്കാം. തിരുവോണം ഉത്രത്രയത്തിൽപ്പെടുന്ന നക്ഷത്രമാണ്. ഞാൻ നല്ല മുഹൂർത്തം സൂചിപ്പിച്ചു. നാളത്തെ നിങ്ങൾ ചെയ്യുന്ന വഴിപാട് വിവരങ്ങളും ഞാൻ സൂചിപ്പിച്ചു. നന്നായി നാളെ മഹാവിഷ്ണു പ്രീതികരങ്ങളായ പ്രാർത്ഥനകളാണ് നന്നാവുക. തിരുവോണം മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രമാണ്. അതിനാൽ വിഷ്ണു സഹസ്രനാമമോ അല്ലെങ്കിൽ നാരായണ കവചമോ ജപിക്കുന്നത് വളരെയധികം ഗുണത്തെ പ്രദാനം ചെയ്യും. നന്ദി, നമസ്തേ.